ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലെ ട്രെൻഡിങ് വൈറൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആഫ്റ്റർ എഫക്ട്സ്. സോ ഞാൻ ഈ വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഒരു ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഞാനൊരു ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്ത് റീനെയിം ചെയ്ത് മെയിൻ എന്ന് കൊടുത്തു. വിഡ്ത്ത് 1080 ആൻഡ് ഹൈറ്റ് 9020. പ്രസ് ഓക്കെ. ഇനി ഞാൻ ഈ ഒരു ഇമേജ് ടൈം ലൈനിൽ ആഡാക്കി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി കളർ ചേഞ്ച് ചെയ്തു, വൈറ്റ് ആഡ് ആക്കി. സ്കെയിൽ ഓപ്പൺ ചെയ്തു, സൈസ് ഡിക്രീസ് ചെയ്തു. ഇത് ഫുൾ സ്ക്രീനിലാക്കാൻ കീബോർഡിലെ എസ്കേപ്പ് ബട്ടൻ്റെ തൊട്ട് താഴെ കാണുന്ന ടൈൽ കീ പ്രസ് ചെയ്താൽ മതി. ഇനി ഞാൻ പൊസിഷൻ ഓപ്പൺ ആക്കി കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അത് ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ പൊസിഷൻ സ്ലൈഡ്ലി ഡൗൺ ചെയ്തു. 1 സെക്കൻഡ് പ്ലേ ഹെഡ് കൊണ്ടുവച്ചിട്ട് പൊസിഷൻ സ്ലൈഡ്ലി അപ്പ് ചെയ്തു. ഇതുപോലെ ബോത്ത് കീ ഫ്രെയിം സെലക്ട് ചെയ്യുക. ഈസി ഈസ്. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിന് ഒപ്പാസിറ്റി ഓപ്പൺ ചെയ്തു. എൻ്റെ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അറ്റ് ദ ബിഗിനിങ് ചേഞ്ച് ടു 0. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി 100 ആക്കി. ബോത്ത് കീ ഫ്രെയിം സെലക്ട് ചെയ്തു. ഞാൻ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചു. അതുപോലെ ഈ ബോത്ത് കീ ഫ്രെയിംസും കുറച്ചും കൂടെ അടുത്ത് പ്ലേസ് ചെയ്ത് വെച്ചു. ഇതുപോലെ നെക്സ്റ്റ് ഞാൻ റേഡിയോ വേവ്സ് ആഡാക്കുകയാണ്. അതിനെ ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്ത് റീനെയിം ചെയ്ത് വേവ്സ് എന്ന് കൊടുത്തു. സൈസ് 1080 × 1080. ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തു. ബൈ റൈറ്റ് ക്ലിക്ക് ന്യൂ സോളിഡ്. കളർ വൈറ്റ്. ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി റേഡിയോ വേവ്സ് ആഡാക്കി. കളർ ഞാൻ ചേഞ്ച് ചെയ്തു, വൈറ്റ് ആക്കി. വേവ്സിൽ എൻഡിൽ കാണുന്ന സ്ട്രോക്ക് ലൈൻസിൽ വിത്ത് കൂട്ടാൻ ഓർ കുറയ്ക്കാൻ എൻഡ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. വേവ്സിലെ ബിഗിനിൽ കാണുന്ന സ്ട്രോക്ക് ലൈൻസിൻ്റെ വിഡ്ത്ത് കൂട്ടാനോ കുറയ്ക്കാനോ സ്റ്റാർട്ട് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്താൽ നമ്പർ ഓഫ് സർക്കിൾസ് ഇൻക്രീസ് ആകും. എക്സ്പാൻഷൻ ഇൻക്രീസ് ചെയ്താൽ റേഡിയോ വേവ്സിൻ്റെ സൈസ് ഇൻക്രീസ് ആകും. സോ ഞാൻ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ മെയിൻ കോമ്പിൽ പോയി എന്നിട്ട് ഈ കാണുന്ന വേവ് കോമ്പ് ഈ ഇമേജിൻ്റെ താഴെ പ്ലേസ് ചെയ്തു. വേവ് കോമ്പ് പൊസിഷൻ സ്ലൈറ്റ്ലി ടോപ്പിൽ പ്ലേസ് ചെയ്തു. ഇതുപോലെ എനിക്ക് റേഡിയോ വേവിൻ്റെ ആനിമേഷൻ കറക്റ്റ് 1 സെക്കൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ ഞാൻ ഈ കോമ്പ് 1 സെക്കൻഡ് പ്ലേസ് ചെയ്ത് വെച്ചു. ഞാൻ ഈ വേവ് കോംബ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫ്രീക്വൻസി ആൻഡ് എക്സ്പാൻഷൻ സ്ലൈറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ബാക്ക് ടു മെയിൻ കോം. ഞാൻ ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി ഡീപ്പ് ഗ്ലോ ആഡ് ആക്കി. ഇത് തേർഡ് പാർട്ടി പ്ലഗിൻ ആണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഈ ഡീപ്പ് ഗ്ലോ ഇല്ല എങ്കിൽ ഗ്ലോ ആഡ് ചെയ്താൽ മതി. ഇത് ഓൾറെഡി ആഫ്റ്റർ എഫക്ട്സിൽ പ്രീ ബിൽട്ട് ആണ്. നമ്മുടെ വീഡിയോ നോക്കുകയാണെങ്കിൽ അറിയാം ടെസ്റ്റ് ആനിമേഷൻ ആണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. യൂസ് ടൈപ്പ് ടൂൾ ഞാനൊരു ടെസ്റ്റ് ആഡ് ആക്കി. ഉറൂബ് എന്ന ഫോണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടുവച്ചു. എൻ്റെ സ്കെയിൽ ഓപ്പൺ ആക്കി കീ ഫ്രെയിം സെറ്റ് ചെയ്തു. സ്കെയിൽ 0. ഞാൻ കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി സ്കെയിൽ ഇൻക്രീസ് ചെയ്തു. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ്. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഈ പ്ലേ ഹെഡ് ഒരു 2 സെക്കൻഡ്സ് 50 ഫ്രെയിംസിൽ കൊണ്ടുവച്ച് ഒപ്പാസിറ്റിക്ക് ഈ ഫ്രെയിം സെറ്റ് ചെയ്തു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ഒപ്പാസിറ്റി 0 ആക്കി. സെയിം കീ ഫ്രെയിംസിൽ തന്നെ ടെസ്റ്റ് ആഡ് ആക്കുക. ഒപ്പാസിറ്റി കീ ഫ്രെയിം സെറ്റ് ചെയ്തു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ഒപ്പാസിറ്റി കീ ഫ്രെയിം 0 ആക്കി. ഇപ്പോൾ വീഡിയോ നോക്കുമ്പോൾ അറിയാം നമ്മുടെ ക്യാരക്ടറിൽ ചെറിയൊരു സൂമിൻ ആനിമേഷൻ കാണുന്നുണ്ട്. സോ ക്യാരക്ടർ ഇമേജ് സെലക്ട് ചെയ്യുക ആൻഡ് ഓപ്പൺ സ്കെയിൽ. കീ ഫ്രെയിം സെറ്റ് ചെയ്യുക ക്ലോസ് ടു 3 സെക്കൻഡ്സ്. കുറച്ച് ഫ്രെയിം മുന്നോട്ട് പോയി സ്കെയിൽ ഇൻക്രീസ് ചെയ്യുക. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ് ആൻഡ് ഓപ്പൺ ഗ്രാഫ് എഡിറ്റർ. സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. നൗ ഞാൻ അടുത്ത ടെസ്റ്റ് ആഡ് ചെയ്യുകയാണ് യൂസിങ് ടൈപ്പ് ടൂൾ.
ഞാൻ ഈ ടെസ്റ്റ് ലെയർ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചു. അണ്ടർ ടെസ്റ്റ് ലെയർ ആനിമേറ്റ് ട്രാക്കിംഗ് സെലക്ട് ചെയ്യുക. ഞാൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു ഫോർ ട്രാക്കിംഗ് എമൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് ടെസ്റ്റ് ലെയർ. എൻ്റെ ട്രാക്കിംഗ് എമൗണ്ട് ഇൻക്രീസ് ചെയ്തു അപ് ടു 10. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ട്രാക്കിംഗ് എമൗണ്ട് 0 ആക്കി. ഓൾസോ ഞാൻ സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടെസ്റ്റ് ലെയർ. ഞാൻ ട്രാക്കിംഗ് എമൗണ്ട് എൻ കീ ഫ്രെയിമിൽ ഞാൻ പ്ലേ ഹെഡ് കൊണ്ടുവച്ചു. എൻ്റെ സ്കെയിൽ ഡിക്രീസ് ചെയ്ത് കുറച്ച്. ഈ സ്കെയിലിലെ ബോത്ത് കീ ഫ്രെയിം സെലക്ട് ചെയ്യുക. ഈസി ഈസ് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ ഒപ്പാസിറ്റി കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അത് ബിഗിനിങ് ഓഫ് ദ ടെസ്റ്റ് ലെയർ ചേഞ്ച് 0. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി 100 ആക്കി. ഞാൻ ഈ ഒപ്പാസിറ്റി ബോത്ത് കീ ഫ്രെയിം സെലക്ട് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ടെസ്റ്റ് ആനിമേഷൻ കിട്ടും. നെക്സ്റ്റ് ഞാൻ ഈ വേവ് കോമിൻ്റെ 2 ഡ്യൂപ്ലിക്കേറ്റ്സ് ക്രിയേറ്റ് ചെയ്തു പ്ലേസ് ചെയ്ത് ടോപ്പിലിട്ടു. ടൈം ലൈനിൽ ഞാൻ ഈ 2 കോമ്പും പ്ലേസ് ചെയ്ത് ഇവിടെ വെച്ചു. ടോപ്പിൽ കാണുന്ന വേവ് 3 കോമ്പ് സെലക്ട് ചെയ്യുന്നു. ടോപ്പിൽ കാണുന്ന വേവ് 3 കോമ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് പെൻ ടൂൾ സെലക്ട് ചെയ്ത് ഞാൻ ഇതുപോലെ ഈ റേഡിയോ വേവിൻ്റെ ഹാഫ് ആക്കി. അണ്ടർ വേവ് 3 കോമ്പ് മാസ്ക് ചെക്ക് ഇൻവേർട്ടഡ്. ഈ സെയിം സ്റ്റെപ്പ് തന്നെ മറ്റേ റേഡിയോ വേവ്സിൽ അപ്ലൈ ചെയ്യുക. ഈ 2 കോമ്പിലും ആൾറെഡി ഒപ്പാസിറ്റി കീ ഫ്രെയിംസ് കാണും. സോ അത് ഞാൻ പ്ലേസ് ചെയ്ത് ഇവിടെ വെച്ചു. ഞാൻ പൊസിഷൻ സ്ലൈറ്റ്ലി ഒന്ന് ടോപ്പിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഈ 2 കോംസിലും. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ടെസ്റ്റ് ആനിമേഷൻ ട്യൂട്ടോറിയൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കൂ. 10 ടെസ്റ്റ് ആനിമേഷൻ വെറും 10 മിനിറ്റിൽ. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു.